ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 8th സ്റ്റാൻഡേർഡിൻ്റെ സാൻസ്ക്രിറ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപകൻ ടെക്സ്റ്റാണ്. അതിൽ നമ്മൾ തൃതീയ പാഠയാണ് പഠിച്ചത്. തൃതീയ പാഠ, അതിനകത്ത് സുഭാഷിതങ്ങളാണ് അല്ലേ. അപ്പോൾ സുഭാഷിതത്തിൽ ഒരു സുഭാഷിതം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത രണ്ടാമത്തെ സുഭാഷിതമാണ് പഠിക്കാനുള്ളത്. പേജ് നമ്പർ 25 ആണ്. ആ രണ്ടാമത്തെ സുഭാഷിതം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഗുണീഗുണം വേത്തി നവേത്തി നിർഗുണഃ ബലീബലം വേത്തി നവേത്തി നിർബലഃ പികോ വസന്തസ്യ ഗുണം നവായസഃ കരീച സിംഹസ്യ ബലം നമൂഷകഃ. ആ ടെക്സ്റ്റിനകത്ത് 2 ലൈനായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാനിത് 4 വരിയായിട്ട് എളുപ്പത്തിന് മറ്റേ എല്ലാം കൂടെ ചേർന്നിരിക്കും, അതുകൊണ്ട് 4 വരിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നോക്കൂ. ഗുണീ ഗുണം വേത്തി ന വേത്തി നിർഗുണഃ ബലീ ബലം വേത്തി ന വേത്തി നിർബലഃ പികോ പികോ എന്ന് പറഞ്ഞാൽ പികഃ പികഃ വസന്തസ്യ ഗുണം ന വായസഃ കരീച സിംഹസ്യ ബലം ന മൂഷകഃ. ഇങ്ങനെയാണ്. ഇതിൻ്റെ അന്വയം നല്ല ഈസിയാണ്. ഇതിനകത്ത് ഒരു വെർബേ ഉള്ളൂ. അതേതാണ്? വേത്തി. വേത്തി എന്ന് പറഞ്ഞാൽ എന്താ? അറിയുക, നോയിങ്, അറിയുക. അപ്പോൾ നമുക്ക് നോക്കാം അന്വയത്തിൽ. നിങ്ങൾ ടെക്സ്റ്റ് നോക്കിക്കോളൂ. ടെക്സ്റ്റിനകത്ത് അന്വയം ഉണ്ട്. നമ്മളെല്ലാം കൂടെ അവിടെ എഴുതേണ്ട ആവശ്യമില്ല. അന്വയ ഗുണീ ഗുണം വേത്തി. അത് ഈസി ആയിട്ട് നമുക്ക് എഴുതാം അല്ലേ. ഗുണീ ഗുണം വേത്തി. ഗുണി എന്ന് പറഞ്ഞാൽ ദോസ് ഹു ഹാവ് ഗുഡ് ക്വാളിറ്റീസ്. ഗുണി ഗുണമുള്ളവർ. ഗുണം വേത്തി ഗുണത്തെ വേത്തി തിരിച്ചറിയുന്നു. ഗുണീ ഗുണം വേത്തി. അപ്പം അടുത്ത വരി എങ്ങനെ വരും? നവേത്തി നവേത്തി നിർഗുണഹയാണ്. അപ്പോൾ നിർഗുണഹ, നിർഗുണനായിട്ടുള്ള ആളെങ്ങനെയാണ്? ഗുണം നവേത്തി. നിർഗുണനായിട്ടുള്ള ഒരാൾ ഗുണത്തെ അറിയുന്നില്ല. അപ്പോൾ അവിടെ ആദ്യം ഗുണി ഗുണം വേത്തി, നിർഗുണഃ ഗുണം നവേത്തി. ഈസി അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നു ബലി ബലം വേത്തി. അതും അതുപോലെ തന്നെ. ബലി ബലം വേത്തി. ബലമുള്ളവനാണ് ബലി. ബലമുള്ളവൻ ബലത്തെ അറിയുന്നു. ഇവിടെ ബലത്തെ അല്ലെങ്കിൽ ബലത്തെ എന്നുള്ളത് എന്താണ്? ദ്വിതീയ ഏകവചനാണ്. അതുകൊണ്ട് എന്നുള്ള പ്രത്യയം വന്നത്. ബലത്തെ അറിയുന്നു. ബലി ബലം വേത്തി. അപ്പോൾ അടുത്ത പറഞ്ഞു നിർബലഹ നവേത്തി നിർബലഹ. അപ്പം നിർബലഹ എന്തറിയുന്നില്ല? ബലം നവേത്തി. ബലം എല്ലാത്തിനകത്ത് അതിനകത്ത് രണ്ടിലും വരും. മറ്റടുത്തുപോലെ ഗുണം വന്നതുപോലെ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ബലി ബലം വേത്തി. നിർബലഹ ബലം നവേത്തി, അറിയുന്നില്ല. പിന്നെ വന്നു പികഃ വസന്തസ്യ ഗുണം ന വായസഃ. അതിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ് അടുത്ത വരിയിൽ. പികഃ. ആരാ പികഃ എന്ന് പറഞ്ഞാൽ എന്താണ്? കുയിൽ, കുക്കു. പികഃ വേറൊരു വേർഡ് പറയൂ, കോകില. പികഃ കോകില. പികഃ കോകില. പികഃ കോകില. പികഃ വസന്തസ്യ പികഃ വസന്തസ്യ ഗുണം വേത്തി. പികഃ ഇവിടെ പറഞ്ഞിരിക്കുന്നു പികോ വസന്തസ്യ ഗുണം ന വായസഃ. പികോ എന്ന് പറഞ്ഞാൽ പികഃ. പികഃ വസന്തസ്യ ഗുണം വേത്തി. എല്ലാത്തിലും വേത്തി എന്നുള്ള വെർബ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പം പികഃ വസന്തസ്യ ഗുണം വേത്തി. പികഃ കുയിൽ. വസന്തം എന്താണ്? ഋതുക്കളാണ് അല്ലേ. വസന്തം, ഗ്രീഷ്മം, ശരത്, അങ്ങനെ ഋതുക്കളുണ്ട്. അതിൽ വസന്തകാലമാണ് ഏറ്റവും നല്ല കാലം എന്ന് പറയും. വസന്തകാലം നിറയെ പുഷ്പങ്ങളൊക്കെ പൂത്ത് നിൽക്കുന്ന സമയമൊക്കെയാണ്. പികഃ വസന്തസ്യ ഗുണം വേത്തി. എങ്ങനെ മനസ്സിലായി? കുയില് വസന്തകാലത്തിൻ്റെ ഗുണം മനസ്സിലാക്കുന്നു. എങ്ങനെ മനസ്സിലാവും? നമുക്കെങ്ങനെ മനസ്സിലാവും? അതിന് മനസ്സിലായി എന്നുള്ളത് ആ സമയമാകുമ്പോഴത്തേക്ക് ഈ കുയിലുകളെല്ലാം വളരെ മധുരമായി പാടി വസന്തകാലം വന്നതായിട്ട് നമ്മളെ അറിയിക്കുന്നുണ്ട്. മധുരമായി പാടുന്നുണ്ട്. അപ്പോൾ പികഃ എന്താണ് ചെയ്തത്? വസന്തസ്യ ഗുണം വേത്തി. എന്നാൽ വായസഃ എന്താ? വായസഃ കാകഃ. വായസഃ എന്ന് പറഞ്ഞാൽ കാകഃ.
काकः वायसः वसन्तस्य गुणं वायसः വസന്തസ്യ ഗുണം ന വേത്തി. കാക്ക ആ സമയമാകുമ്പോഴത്തേക്ക് പാടുമോ? കാക്ക എപ്പോഴും ഒരേപോലെയാണ് പാടുന്നല്ലേ, കാക്കാന്ന് മാത്രം. അതൊരു മധുരമായ സ്വരമല്ല. അപ്പോൾ കാക്ക അത് മനസ്സിലാക്കുന്നില്ല, വസന്തകാലത്തെ മനസ്സിലാക്കുന്നില്ല. വസന്തകാലത്തിനെ മനസ്സിലാക്കുന്ന കുയിലാണ്, പീക്കഹയാണ്. അതുകൊണ്ടാണ് അത് മധുരമായി പാടി വസന്തകാലം വന്നതായിട്ട് എല്ലാവരെയും അറിയിക്കുന്നത്. കരീച്ച സിംഹസ്യ ബലം വേത്തി. കരി എന്താണ്? ഗജഹ, ആന. കരി ഗജഹ എന്ന് പറഞ്ഞാൽ എലിഫന്റ്. കരീച്ച വസന്തസ്യ അല്ല, കരീച്ച വസന്തസ്യ അല്ല, കരീച്ച സിംഹസ്യ ബലം വേത്തി. സിംഹത്തിൻ്റെ ബലം. കരി എന്ന് പറഞ്ഞാൽ ആന, സിംഹസ്യ ബലം, സിംഹത്തിൻ്റെ ബലം വേത്തി, അറിയാം. കാരണം രണ്ടുപേരും സ്ട്രോങ് ആയിട്ടുള്ള ആനിമൽസാണ്. കരി സിംഹത്തിൻ്റെ ബലം അറിയാം. എന്നാൽ മൂഷകഃ ആരാണ്? എലി. മൂഷകഃ സിംഹസ്യ ബലം ന വേത്തി. മൂഷകന്, എലിക്ക് സിംഹത്തിൻ്റെ ബലം അറിയില്ല. എങ്ങനെ മനസ്സിലായി? അവർ രണ്ടുപേരും, അതായത് കരി, ആനയും സിംഹവുമാണ് എപ്പോഴും ഏറ്റുമുട്ടുന്നത്. ഈ കുഞ്ഞായിട്ടുള്ള എലി ആനയെടുത്ത് നിന്നോ അല്ലെങ്കിൽ സിംഹത്തിൻ്റെ അടുത്ത് നിന്ന് ഏറ്റുമുട്ടാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ ബലം അറിയില്ല. അതുകൊണ്ട് ഒന്നിനും പോയില്ല അപ്പോൾ ഇതാണ് അന്വയം. ഒന്നും കൂടെ ഞാൻ പറയാം. ഗുണീ ഗുണം വേത്തി, നിർഗുണഃ ഗുണം ന വേത്തി. ബലീ ബലം വേത്തി, നിർബലഃ ബലം ന വേത്തി. പികഃ വസന്തസ്യ ഗുണം വേത്തി, വയസഃ വസന്തസ്യ ഗുണം ന വേത്തി. കരീച്ച സിംഹസ്യ ബലം വേത്തി. കരി എന്ത് ചെയ്യുന്നു? സിംഹസ്യ ബലം വേത്തി. മൂഷകഃ സിംഹസ്യ ബലം ന വേത്തി. ഈസിയല്ലേ ഇതിൻ്റെ അന്വയം പറയാം. എല്ലാത്തിനകത്തും വേത്തി എന്ന വെർബ്, വേത്തി എന്ന് പറഞ്ഞാൽ അറിയുക എന്നുള്ളത് പിന്നെ ലട്ടാണ്. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ഭാവാർത്ഥം കൊടുത്തിട്ടുണ്ട്. ഭാവാർത്ഥം എന്ന് പറയാൻ ഗുണവാൻ. ഇപ്പം നമുക്ക് അറിയാം, നമുക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. ആദ്യം പറഞ്ഞു ഗുണമായിട്ടുള്ള ആൾ, ഗുണയുക്തരായിട്ടുള്ളവരെന്ത് ചെയ്യുന്നു? അറിയുന്നു, മനസ്സിലാക്കുന്നു, എല്ലാം ഗുണത്തെ, മറ്റുള്ളവരുടെ ഗുണം മനസ്സിലാക്കുന്നു. അല്ലാതുള്ളവർ നിർഗുണരാണ്, അവർ മനസ്സിലാക്കുന്നില്ല. പിന്നെ പറഞ്ഞു ബലമുള്ളവർ ബലത്തെ അറിയുന്നു, നിർബലർ അറിയുന്നില്ല, ബലമില്ലാത്തവർ അറിയുന്നില്ല. പിന്നെ സിംഹത്തിൻ്റെ ബലം അറിയുന്നത് ആരാണ്? ആനയാണ്, അല്ലാതെ എലിയല്ല. പിന്നെ പറഞ്ഞു ഇപ്പോൾ ഓരോന്നിനും സ്വന്തം ഗുണത്തെ ആശ്രയിച്ചാണ് നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത്. നമുക്ക് തിരിച്ചറിയും. അയ്യോ എലി പറയും, അയ്യോ ആനയുടെ കൂടെ കളിച്ചാൽ രക്ഷയില്ല, ഞാൻ ഉടനെ എന്നെ ചവിട്ടി ശരിയാക്കും അല്ലേ, അതുകൊണ്ട് അത് പോവില്ല, ശല്യം ചെയ്യാനോ ഒന്നിനും പോകുന്നില്ല. അപ്പോൾ ഇതുപോലെയാണ് മനുഷ്യരുടെ കാര്യങ്ങൾ. നമ്മളെ നല്ല സംസ്കാര സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് വ്യക്തിക്ക് മാത്രമേ സംസ്കാര ഗുണമുള്ളവരെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം എന്ത് ചെയ്യും? നമ്മൾ കണ്ടില്ലേ ഓരോ പ്രശ്നങ്ങളൊക്കെ റോഡിലൊക്കെ ഉണ്ടാകുന്നത് അല്ലേ? പിന്നെ അപ്പം മറ്റുള്ളവരുടെ ഗുണങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഗുണമുള്ളവരായിരിക്കണം. നിർഗുണർക്ക് അത് സാധിക്കുകയില്ല. പിന്നെ അതുപോലെ ഒരു ഉദാഹരണം നമുക്ക് പറയാം. പിന്നെ ഇപ്പം ഒരു വലിയധികം വാല്യൂസ് ഉള്ളതാണ് ചില പുസ്തകങ്ങളുണ്ട്, നല്ല വാല്യൂസ് പറഞ്ഞു തരുന്ന പുസ്തകം. അപ്പോൾ അതിനെ വേണമെങ്കിൽ സാധാരണ അക്ഷരങ്ങൾ നിറഞ്ഞ ഒരു ബുക്കാണ് എന്ന് കരുതാൻ ചിലരെന്ത് ചെയ്യും? അയ്യോ അതൊരു പുണ്യഗ്രന്ഥമാണ് എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ മനസ്സിൻ്റെ ഗുണദോഷ വിചാരങ്ങളെ ആശ്രയിച്ചിരിക്കും. നല്ല ഗുണങ്ങളുള്ളവരെന്ത് ചെയ്യും? അയ്യോ അതൊരു പുണ്യഗ്രന്ഥമാണ് അല്ലെങ്കിൽ നല്ലതാണ്. മറ്റുള്ളവരെ അങ്ങനെ പറയില്ല എന്നാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ഭാവാർത്ഥം നമുക്കൊന്ന് നോക്കാം. ഭാവാർത്ഥ പേജ് നമ്പർ 25 തന്നെ. ഗുണവാൻ ജനഃ അന്യേഷാൻ സദ്ഗുണാൻ ജ്ഞാതും ശക്നോതി. ഗുണവാൻ ജനഃ എന്ന് വെച്ചാൽ ഗുണമുള്ളവർ. ഗുണവാൻ ജനഃ അന്യേഷാം മറ്റുള്ളവരുടെ, സദ്ഗുണാൻ നല്ല ഗുണങ്ങൾ, ഗുഡ് ക്വാളിറ്റീസ്.
ഗുണാൻ ഗുണങ്ങളെ, ദ്വിതീയ ബഹുവചനമാണ്. ഗുണങ്ങളെ ജ്ഞാതും അറിയുവാൻ, അറിയുവാൻ ജ്ഞാതുമിൻ എന്നൊരു പ്രത്യയം ചേർക്കുമ്പോഴാണ് ജ്ഞാതും. ജ്ഞാതും ശക്നോതി കഴിയുന്നു, ശക്നോതി ശക്നോതി ശക്നുതഃ ശക്നുവന്തി, ശക്നോതി കഴിയുന്നു. പരന്തു, പരന്തു എന്ന് പറഞ്ഞാൽ ബട്ട്, എന്നാൽ ഗുണഹീനഃ, ഗുണഹീന ദോസ് ഹു ഹാവ് നോട്ട് ഗുഡ് ക്വാളിറ്റീസ്. ഗുണഹീനഃ ജനഃ, ഗുണമില്ലാത്ത ജനങ്ങൾ, അപരേഷാം സദ്ഗുണാൻ സുഗുണാൻ, അപരേഷാം മറ്റുള്ളവരുടെ, സുഗുണാൻ നല്ല ഗുണങ്ങളെ, അവിടെ ദ്വിതീയമാണ്. അപരേഷാം എന്തെന്നാണ്? ഷഷ്ടി ബഹുവചനമാണ്. അവഗന്തും സമർത്ഥഃ എന്ന ഭവതി, അവഗന്തും മനസ്സിലാക്കുവാൻ, ന ശക്നോതി അല്ലെങ്കിൽ ന ഭവതി, മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ബലവാൻ ജനഃ യഥാ അന്യേഷാം ബലം ജ്ഞാതും ശക്നോതി തഥാ ബലരഹിതഃ ജനഃ അന്യേഷാം ബലം ജ്ഞാതും ന ശക്നോതി. ബലവാൻ ജനഃ ബലമുള്ള ജനങ്ങൾ, യഥാ യഥാ തഥാ, യഥാ എന്ന് പറഞ്ഞാൽ എപ്രകാരം, തഥാ അപ്രകാരം, യഥാ രാജ തഥാ പ്രജാ, യഥാ രാജ എപ്രകാരമാണോ രാജാവ് അപ്രകാരം പ്രജകൾ എന്നുള്ള അർത്ഥം. യഥാ തഥാ, യഥാ രാജ ഒരു സെന്റൻസ് ആണ്. തഥാ പ്രജാഹ, യഥാ രാജ തഥാ പ്രജാഹ, എപ്രകാരമാണോ രാജാവ് തഥാ അപ്രകാരം പ്രജകളും. രാജാവ് എങ്ങനെയിരിക്കും അതുപോലെ ആര് കാണൂ? പ്രജകൾ കാണുകയുള്ളൂ, അങ്ങനെ ഇരിക്കുകയുള്ളൂ എന്നാണ്. യഥാ രാജ തഥാ പ്രജ. അപ്പം യഥാ യഥാ അന്യേഷാം ബലവാൻ ജനഃ യഥാ അന്യേഷാം ബലം ജ്ഞാതും ശക്നോതി, ബലവാനായിട്ടുള്ള ആൾ എപ്രകാരമാണോ മറ്റുള്ളവരുടെ ബലം അറിയുന്നത്, തഥാ അതുപോലെ തന്നെ ബലരഹിത ബലമില്ലാത്ത ആൾക്കാർ, ബലമില്ലാത്ത ജനഃ അന്വേഷം ബലം ജ്ഞാതും ശക്നോതി, മറ്റുള്ളവരുടെ ബലം അറിയാൻ കഴിയുന്നില്ല അവന്. വസന്തകാലേ ആഗതേ, അതിൻ്റെ എക്സാമ്പിളാണ് വസന്തകാലേ ആഗതേ. വസന്തകാലം വരുമ്പോൾ പികഹ കുയിൽ വസന്തസ്യ ഗുണാനുരൂപം കുഹുദാനം കരോതി. പിക എന്ത് ചെയ്തു? വസന്തത്തിൻ്റെ ഗുണാനുരൂപം, ഗുണത്തിനനുസരിച്ചുള്ള കുഹുദാനം, കുഹു എന്ന് പാടില്ല, അത് ആ പാട്ട്, അതിൻ്റെ ആ മധുരമായ സ്വരം ചെയ്യുന്നു. എന്തിനാണ്? വസന്തകാലത്തെ അറിയിക്കുന്നത്. പരന്തു ബട്ട് കാക്കഹ മധുരം ഗാതും ന ശക്നോതി, കാക്കയ്ക്ക് മധുരമായിട്ട് സ്വീറ്റായിട്ട് പാടാൻ ന ശക്നോതി കഴിയുന്നില്ല. ഗജഹ പശുരാജസിംഹസ്യ ബലം ജാനാതി. ഗജഹ, ഗജ ആണെങ്കിലോ പശുരാജസിംഹ, പശു എന്ന് പറഞ്ഞ ആനിമൽ, പശുരാജ മൃഗങ്ങളുടെ പിന്നെ രാജാവ്, മൃഗങ്ങളുടെ രാജാവാണ് ആര്? സിംഹം. മൃഗരാജസിംഹസ്യ ബലം ജാനാതി, ആർക്കറിയാം? ആനയ്ക്കറിയാം സിംഹത്തിൻ്റെ ബലം. കിന്തു, കിന്തു നേരത്തെ വന്ന് പരന്തു, ഇവിടെ കിന്തു, രണ്ടും ഒരേ മീനിങ് ആണ്. മൂഷകഃ തസ്യ ബലം ജ്ഞാതും ന പാരേതി. മൂഷകഃ എലി എന്ത് ചെയ്യുന്നു? തസ്യ ബലം, കസ്യ ബലം? ഗജസ്യ ബലം ജ്ഞാതും, തുമിൻ പ്രത്യേകം ജ്ഞാതും അറിയുവാൻ പാരേതി കഴിയുന്നില്ല. അതഃ സോ യോഗ്യഃ ഏവ മഹത്വം ജ്ഞാതും സമർത്ഥോ ഭവതി. യോഗ്യനായിട്ടുള്ളവർ ഏവ മഹത്വം ജ്ഞാതും, യോഗ്യത ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? യോഗ്യതയുള്ള ആളുടെ ഗുണം മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ്. അയോഗ്യ, അയോഗ്യനായിട്ടുള്ള ആൾക്ക് യോഗ്യതയുള്ള ആളുടെ ഗുണം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇവിടുത്തെ. അപ്പോൾ ഇതിൻ്റെ ഇത്രയും നല്ല ഈസി അല്ലേ ഇത്? എഴുതാനും പ്രയാസമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഗുണം വേത്തി, ഗുണം വേത്തി, ഗുണമുള്ളവർ ഗുണത്തെ അറിയുന്നു. അതിന് ഉദാഹരണമാണ് എന്ത്? പികോ വസന്തസ്യ, പികഹ വസന്തസ്യ ഗുണം വേത്തി. കുയിലെന്ത് ചെയ്യുന്നു? വസന്തത്തിൻ്റെ പിന്നെ ഗുണം അറിയുന്നു, അതുകൊണ്ടാണ് അത് മധുരമായി പാടുന്നത്. അപ്പം അതുപോലെ
നിർഗുണ നവേത്തി, എന്ത് ഗുണം, മറ്റുള്ളവരുടെ ഗുണം നിർഗുണൻ അറിയുന്നില്ല. അതിനുദാഹരണം ഏതാണ്? എക്സാമ്പിള് വായസഹ വസന്തസ്യ ഗുണം നവേത്തി. വായസഹ കാക്ക, കാക്ക എന്ത് ചെയ്യുന്നു? പിന്നെ വസന്തകാലത്തിൻ്റെ ഗുണം അറിയുന്നില്ല. അത് എപ്പോഴും ഒരുപോലെ തന്നെയാണ് പാടുന്നത്. പാടുകയല്ല, അത് കരയുകയാണ് അല്ലേ കാക്ക. അത് തന്നെ അടുത്ത ബലി ബലം വേത്തി. ബലീബലം, ബലമുള്ള ആൾ ബലത്തെ അറിയുന്നു. അപ്പോൾ അതിനുദാഹരണം ഏതാണ്? കരീച സിംഹസ്യ ബലം. കരി സിംഹത്തിൻ്റെ ബലം അറിയുന്നു. ആന സിംഹത്തിൻ്റെ ബലം അറിയുന്നു. പിന്നെ നിർബലഹ നവേത്തി, ബലമില്ലാത്തവൻ അത് അറിയുന്നില്ല. എന്താ ഉദാഹരണം? മൂഷകഃ സിംഹസ്യ ബലം നവേത്തി. മൂഷകൻ, എലി സിംഹത്തിൻ്റെ ബലം അറിയുന്നില്ല. ഇത്രയാണ്. അപ്പം മനസ്സിലായല്ലോ. അപ്പം ഇതിനകത്ത് കഹ ബലം നവേത്തി, കഹ ബലം നവേത്തി. ആരാണ് ബലം അറിയാത്തത്? നിർബല അല്ലേ. പിന്നെ പറയാം കഹ വസന്തസ്യ ഗുണം വേത്തി, കഹ വസന്തസ്യ ഗുണം വേത്തി. ആരാണ് വസന്തകാലത്തിൻ്റെ ഗുണം അറിയുന്നത്? പികഹ. പിന്നെ മൂഷകഃ കസ്യ ബലം നവേത്തി, മൂഷകം പിന്നെ എലി കസ്യ ബലം നവേത്തി, എന്തിൻ്റെ ബലമാണ് അറിയാത്തത്? എന്തിൻ്റെ ബലമാണ് അറിയാത്തത്? സിംഹസ്യ ബലം അല്ലേ. മൂഷകന് സിംഹത്തിൻ്റെ ബലം അറിയില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഇന്നത്തെ സുഭാഷിതം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.